സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാന്താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ശാരദാ ശാരദാംബോജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തഃ പുനഃ പുനഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. വളരെ നല്ല സ്വരത്തോടുകൂടി ഇപ്പം നമ്മളെടുത്ത വിഷയം ദശശ്ലോകി. നല്ല ഈണത്തിൽ നമ്മൾ കേട്ടു എല്ലാവരും. ആദിശങ്കര വിരചിതമായ നിർവാണ ദശകം അഥവാ ദശശ്ലോകി, അതാണ് നമ്മൾ ഈ ചാതുർമാസ്യ ശ്രവണത്തിന് പ്രഥമ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. അനേകം ഗുരുപരമ്പരയായിട്ട് കൈമാറി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അദ്വൈത സിദ്ധാന്തം, അദ്വൈത തത്വം, അതിനെ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് ഉദാഹരണസഹിതം ദൃഷ്ടാന്തത്തോടുകൂടി പല ഭാഷ്യങ്ങളും ഒക്കെ നമുക്ക് സംഭാവന ചെയ്തു. അതിനെയും നമ്മളെ ഗുരുക്കന്മാരായിട്ടുള്ള പല വേദാന്ത ആചാര്യന്മാരുമൊക്കെ കഥാരൂപത്തിലും ദൃഷ്ടാന്തരൂപത്തിലും ഒക്കെ നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രകാശമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആത്മപ്രകാശത്തിന് വേണ്ടിയിട്ടൊക്കെ ഇന്നും നിലനിന്നുകൊണ്ടേയിരിക്കുന്നു ഈ പരമ്പര. സദാശിവ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സദാശിവനിൽ നിന്നും ആചാര്യസ്വാമികൾ, അതൊരു പരമ്പര, ആ പരമ്പരയെ പ്രചരിപ്പിച്ച് പ്രചരണം ചെയ്ത് ഇന്നുള്ളൊക്കെ പ്രഭാഷകരെ പോലെയോ ഒക്കെ ഒന്നുമല്ല, ആചരണം ചെയ്ത് പ്രചരണം ചെയ്തു. സ്വയമേവ തന്നിൽ ആചരിച്ച് ആചരണം തന്നെ പ്രചരണമായി മാറി. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഭഗവാന്റെ തന്നെ ഭക്തൻ ചോദിച്ചു, ഭഗവാനെ ഈ അനുഭൂതി രസത്തെ നമുക്ക് പ്രചരണം ചെയ്യണ്ടേ, ഇത് ലോകമെമ്പാടും അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു.
இப்போ பகவான் ചോദിച്ചു, நான் பிரചരണം பண்ணலைன்னு யார் சொன்னது? நான் പ്രചരണം பண்ணிണ്ടേ ഇരിക്ക്. ഞാനിതിനെ പ്രചരിപ്പിച്ചില്ല എന്ന് ആര് പറഞ്ഞു? ഇത് പ്രചരണമായിക്കൊണ്ടേയിരിക്കണം. എങ്ങനെ പ്രചരണമാവും? ആചരിച്ചാൽ തന്നെ പ്രചരണമാവും. നീ അതായിട്ട് തന്നെ ഇരുന്നാൽ പ്രചരണമായി. അങ്ങനെ നമ്മുടെ മുന്നിൽ ആചരിച്ച് കാണിച്ചു തന്നു. ഏതോ കെട്ടുകഥകൾ പോലെ ഭഗവാൻ ഇങ്ങനെ ഇരുന്നു, നാരായണൻ ഇങ്ങനെ ഇരുന്നു, പരമേശ്വരൻ ഇങ്ങനെ ഇരുന്നു, ബ്രഹ്മാവ് ഇങ്ങനെ ഇരുന്നു ഒക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ എവിടെയോ ഇരിക്കണോ, ഭഗവാൻ എവിടെയോ ഇരിക്കണോ വിചാരിക്കും. ആചാര്യസ്വാമികൾ ഒരു മനുഷ്യരൂപത്തിൽ ഇവിടെ അവതരിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ ദേവത്വത്തെ അറിയും, അവൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് ഈശ്വരൻ വേറെയല്ല അവൻ വേറെയല്ല എന്നൊരു ഭാവത്തിൽ എങ്ങനെ ഒരു ജീവൻ ഇരിക്കാമെന്ന് പ്രചരിപ്പിച്ച് ആചരിച്ച് കാണിച്ചു തന്നു. ആ തലത്തിലേക്ക് നമ്മൾ ഉയരാൻ തക്കതായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഈ നിർവാണ ദശകം, ഈ 10 ശ്ലോകം. അതുകൊണ്ട് ഈ 10 ശ്ലോകം നമ്മൾ ഹൃദയത്തിൽ നിത്യനിരന്തരമായിട്ടുള്ള പാരായണത്തിലും അതിലുപരി മനനത്തിലും വിചാരത്തിലും അനുസന്ധാനത്തിലും വച്ച അതിലുപരി പരമശ്രേഷ്ഠമായിട്ട് വേറൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇത് ഉപനിഷത്ത് വിദ്യയാണ്. സർവ ഉപനിഷത്തുക്കളും നമ്മുടെ മുന്നിൽ ഗുരുപരമ്പരകളും ഒക്കെ പറയണ വിദ്യയെ ഷോർട്ടായിട്ട്, ചുരുക്കിയിട്ട്, ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട്, സരള സംസ്കൃതത്തിൽ നമുക്ക് തന്നിരിക്കുന്നു. ഇതൊരു മഹാകൃപ. എന്തിനാ ഇവരൊക്കെ അവതരിച്ചിരിക്കണത്? ഈ പരമ്പര തന്നെ അവതരിച്ചിരിക്കുന്നത് എന്തിനാ എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ കരകയറ്റാൻ. അജ്ഞാനാന്തർഗഹനപതിതാം ആത്മവിദ്യോപദേശേത്രാതും ലോകാൻ ഭവദഃ ശിഖാതാപപാപച്യമാനാൻ വൃത്വാ മൗനം വടവിടവിനോർമൂലതോ നിഷ്പതന്തി ശംഭോഃ മൂർത്തിഃ ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാഃ. ശംഭോഃ മൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാഃ. ആ പരമേശ്വരൻ, ആ ദക്ഷിണാമൂർത്തി മൗനം വിട്ട്, ആ വടവൃക്ഷത്തിൻ്റെ കീഴിൽ മൗനത്തിലിരുന്ന ദക്ഷിണാമൂർത്തി മൗനം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കണു, അവതരിച്ചിരിക്കണു. എന്തിനാന്ന് വെച്ചാൽ ആത്മവിദ്യോപദേശേ ത്രാതും. ആത്മവിദ്യയെ ഉപദേശിച്ച് നമ്മളെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ആത്മവിദ്യയെ ഉപദേശിച്ച് നമ്മളെ കരകയറ്റാൻ വേണ്ടിയിട്ട്. നീ പൂർണ്ണമാണ്. മറ്റു വിദ്യകളെല്ലാം പറയണു നീ അപൂർണമാണ്, നീ പൂർണ്ണതയെ തേടണം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഉപനിഷത്ത് വിദ്യ മാത്രം, ഗുരുപരമ്പര മാത്രം പറയണു അല്ലയോ സൗമ്യ നീ പൂർണ്ണമാണ്. ശാന്തി പാഠമേ അതാണ്. പൂർണ്ണം എന്നറിയുമ്പോഴാണ് നമുക്ക് ശാന്തി. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണം എന്നറിയുമ്പോൾ ശാന്തി വരും. ഒരു ഹോൾസം വരുമ്പോൾ നമുക്ക് ശാന്തി വരും. എങ്ങനെ നമുക്ക് അനുഭവപ്പെടും? എപ്പോൾ അനുഭവപ്പെടും? നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടിരിക്കും. എപ്പോഴാന്ന് വെച്ചാൽ ഈ ശരീരത്തിനെയും മനസ്സിനെയും അങ്ങോട്ട് അഴിച്ചു വെച്ചാൽ. അത് നമ്മൾ കരുതും മരണത്തിലാണെന്ന്. മരണം നാച്ചുറലി വരണു, ഒരു 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 താത്കാലികമായിട്ട് വരണു. പക്ഷെ ഡെയിലി ഡെമോൺസ്ട്രേഷൻ നമുക്കുണ്ട്. എല്ലാവരും സ്ഥേന അസ്ഥേന ഭവതി, മാതാ അമാതാ ഭവതി, പിതാ അപിതാ ഭവതി, പുത്ര അപുത്ര ഭവതി. എല്ലാവരുടെയും ബർഡനൊക്കെ ഇറക്കി വച്ചിട്ട്
നിത്യശുദ്ധ വസ്തുവായിട്ട് ഇരിക്കണു, ഡെയിലി ഡെമോൺസ്ട്രേഷൻ, സുഖാനുഭവമായിട്ട് ഇരിക്കണു. എപ്പോഴാന്ന് വെച്ചാൽ നല്ല ഡീപ്പ് സ്ലീപ്പിൽ, നല്ല ഗാഠനിദ്രയിൽ. അവിടെ മനസ്സില്ല, ശരീരമില്ല, ഞാൻ നിജസുഖാനുഭവമായിട്ടിരുന്നു, അനുഭവമേ സ്വരൂപമായിട്ടിരുന്നു. അവിടെ ശാന്തിയുണ്ട്, അവിടെ ഞാൻ പൂർണ്ണമാണ്. രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ട് പറയണു, മൂക്കിലൻ മുൻകാട്ടു മുഹുരമതാകാമൽ തൂക്കി അണൈന്ത് അരുൾ അരുണാചല. മൂക്കില്ലാത്തവന്റെ മുമ്പില് മുഹുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി, കണ്ണാടി കൊണ്ട് കാണിച്ച അവന് കണ്ണാടി നോക്കാൻ തോന്നും, അല കൊല്ലാന്നിരിക്കണു മുഖം. അവന് കൊണ്ട് കണ്ണാടി കാണിച്ചു കൊടുത്ത് അവന് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ലോക വിഷയങ്ങളെ, ഈ സംസാര വിഷയങ്ങളെ ഭഗവാൻ പറയാണ് മൂക്കിലൻ മുൻകാട്ടു മുഹുരം. മുഹുരം എന്ന് പറഞ്ഞാൽ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി, ഈ ലോകം കാണപ്പെടണത്. ലോക്യതേതി ലോക, ഈ ലോകം എന്ന് പറയുന്നത് മൂക്കില്ലാത്തവന്റെ മുമ്പിൽ കാണിക്കണ കണ്ണാടി പോലെയാണ്, അനിത്യമായ പൊരുളാണ്. അതിൽ നിന്നും എന്നെ തൂക്കി അണയ്ത്ത് അരുൾ പ്രേത്യ അസ്മാൻ ലോക അമൃതാഭവന്തി. തൂക്കി അണൈന്ത് അരുൾ അരുണാചല. എന്നെ തൂക്കി അങ്ങോട്ട് എടുത്തിട്ട് ഭഗവാന്റെ അനുഗ്രഹ സാക്ഷാത്കാരം, ആ അനുഗ്രഹത്തെ തരൂ ഭഗവാനെ. അതുപോലെ നമ്മളെ ഈ സംസാരമാകുന്ന താപത്തിൽ നിന്നും, സംസാരമാകുന്ന ഈ കടലിൽ നിന്നും, ഈ ഗൂഢത്തിൽ നിന്നും, ഈ ഗുഹ്യത്തിൽ നിന്നും, ഈ അന്ധകാരത്തിൽ നിന്നും, അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയത്തെ, സാക്ഷാത് ഗുരുരൂപത്തില് ദക്ഷിണാമൂർത്തി മൗനം വിട്ട് ആചാര്യസ്വാമിയുടെ രൂപത്തില് നമ്മുടെ മുന്നിൽ വന്നിരിക്കും. ആ ജ്ഞാനപ്രവാഹമാണ് നമ്മളിപ്പോ വിചാരം ചെയ്യാൻ പോണത്. 8 വയസ്സായ ഒരു കുട്ടി, ഒരു ബാലൻ, കേരളത്തിലെ കാലടിയിൽ പരിവ്രാജകനായിട്ട് സർവത്തിനെയും ഉപേക്ഷിച്ച് ഈ ലൗകിക ജീവിതം മുഴുവൻ വെറുത്തുപോയി. 8 വയസ്സിലെ വെറുത്തുപോയി. അതെങ്ങനെ വരണു, എങ്ങനെ സംഭവിക്കണു? ഭാഗവതത്തില് പ്രഹ്ലാദൻ കുട്ടികൾക്കെല്ലാം ഉപദേശിക്കുകയാണ്. കൗമാര ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. വളരെ കൗമാരത്തിൽ തന്നെ, ചെറുപ്പകാലത്ത് തന്നെ ആചരണം. എന്തിനെ ആചരിക്കണം? ഭാഗവത ധർമ്മം. എന്താ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. ആ താപത്രയത്തെ ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള മംഗളകരമായിട്ടൊരു വസ്തുവിനെ അറിഞ്ഞ് നിർമാത്സരമായിട്ടിരിക്കുക. ഇതാണ് ഭാഗവത ധർമ്മം. ഈ ധർമ്മത്തെ കൗമാരത്തിലെ ആചരിക്കും. വലുതായിട്ട് 60 വയസ്സിന് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം എന്ന് വിചാരിച്ചാൽ കാത് കേൾക്കില്ല, കണ്ണ് കാണില്ല, മൂക്കു മണക്കില്ല, നാക്ക് രുചിക്കില്ല, അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റണില്ല, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണ ചക്ഷുശ്രോത്ര മദോബലം ഇന്ദ്രിയാണി ച സർവാണി. വാക്ക്, ബലം, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ് ഒക്കെ ശക്തമായിട്ടിരിക്കുന്ന സമയത്ത് സർവം ബ്രഹ്മോപനിഷദം, സർവം ബ്രഹ്മമാണ്, സർവം ഖലു ഇതം ബ്രഹ്മ എന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവിടെ കുട്ടിയായിരിക്കുന്ന ശങ്കരന് 8 വയസ്സിലെ വിരക്തി വന്ന് കാലടിയിൽ നിന്നും മധ്യപ്രദേശ് വരയ്ക്കും പദയാത്രയോടുകൂടി നടന്നുകൊണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് ഈസിലി നമുക്കിവിടെ ഇരുന്ന് നല്ല റൂമിൽ AC റൂമിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ട് പറയാം. എന്തു പറയാം? കുട്ടിയായിരിക്കുന്ന ശങ്കരൻ നടന്ന് അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ പറയാം. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിച്ച്, ഭിക്ഷയില്ലാതെ, ദുർഭിക്ഷയോടുകൂടി, എവിടെന്നെങ്കിലും വല്ല ഫലമൊക്കെ കഴിച്ചിട്ട് ശരീരത്തിന് മുഴുവൻ ശോഷിച്ച്, നമ്മൾ കാണണതൊക്കെ നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ള പടവും ചിത്രമൊക്കെ ആയിരിക്കും ആരെങ്കിലുമൊക്കെ വരച്ചത് അല്ലേ. എങ്ങനെ ഇരുന്ന് വരയ്ക്കണത്? നല്ല ഊണൊക്കെ കഴിച്ചിട്ടിരുന്ന് വരയ്ക്കണവരാ. ഇത് ഏകചിന്തനാത്ത്, ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി,
ലക്ഷ്യം വിടാതെ ജിജ്ഞാസയോടുകൂടി ബ്രഹ്മജിജ്ഞാസ അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇനി ബ്രഹ്മജിജ്ഞാസ. അവിടെ വേറൊന്നുമില്ല, ശരീരത്തിന് പോഷകാഹാരങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല. അവർക്ക് ഒരേ ഒരു നിശ്ചയം മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഈ 8 വയസ്സായ കുട്ടി ഓംകാരേശ്വരത്തിൽ ഗുരുഗോവിന്ദർ ഇരിക്കണു, തൻ്റെ ഗുരു തന്നെ ഉപദേശിക്കാൻ ഇരിക്കണു എന്ന് അറിഞ്ഞു എന്ന് നോക്കിയാൽ നമുക്കൊക്കെ റെഫറൻസ് നമ്മുടെ പൂർവികര് തന്നതാണ്. ശങ്കര വിജയത്തിലുണ്ട്. നമ്മുടെ സ്വാമി തന്നെ വളരെയധികം ലളിതമായിട്ട് കഥകളെയെല്ലാം തത്വത്തോടുകൂടി സാരവത്തായിട്ട് ആത്മതീർത്ഥം എന്നൊരു പുസ്തകം പ്രകാശിപ്പിച്ചു, നമുക്ക് സംഭാവനയായിട്ട് തന്നിരിക്കുന്നു. അതിൽ തന്നെ പറയണു, പരിവ്രാജകരായിട്ടുള്ള ചില സന്യാസിമാർ, വാണ്ടറിങ് മോങ്സ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമേ എങ്ങനെയാണ്, ഉത്തരത്തിൽ നിന്നും ദക്ഷിണത്തിലേക്ക്, ദക്ഷിണത്തിൽ നിന്നും ഉത്തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പരിവ്രജനം ചെയ്തുകൊണ്ടിരിക്കണം. സന്യാസിമാര് നമ്മുടെ ഭാരതത്തിനൊരു അലങ്കാരമാണ്, ഭാരതത്തിനൊരു ബലമാണ്. പല സന്യാസിമാരും പല ഗൃഹസ്ഥന്മാർക്കും ഉപദേശമായിട്ടും താങ്ങായിട്ടും തത്വചിന്തയോടുകൂടിയും ഭാരതത്തിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടേയിരിക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ നമുക്ക് അധികം കാണാൻ പറ്റില്ല. കാരണം ഭിക്ഷ കിട്ടില്ല അവർക്ക്. എന്താന്ന് വെച്ചാൽ ഇത്ര വലിയ മതിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെ ആന കൂടെ പോയാൽ അറിയാൻ പറ്റാത്ത മതിലാണ് വെച്ചിരിക്കുന്നത്. പോരാത്തന്നെ സെക്യൂരിറ്റി ഗാർഡ്. അതുമാത്രമല്ല, നമ്മുടെ സ്വാമി തന്നെ രസകരമായിട്ട് പറയും, കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ പൂച്ചാണ്ടി പോണു എന്ന് പറഞ്ഞിട്ട്. പൂച്ചാണ്ടി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പൂശാണ്ടി. പൂഷ് എന്ന് പറഞ്ഞാൽ ഭസ്മം, ആണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാത്തെയും ഉപേക്ഷിച്ചതായിട്ടുള്ള സന്യാസി, ഭിക്ഷു എന്നർത്ഥം. ഭസ്മം പൂശി നടക്കണ ഭിക്ഷു. ഈ ഭിക്ഷു ശാന്തചിത്തനായിട്ട് വേറൊന്നും ആഗ്രഹിക്കാതെ അല്പാഹാരത്തെ മാത്രം, ഒരു നേരത്തെ ഭക്ഷണം മാത്രം ആഗ്രഹിച്ചു മാത്രം വരണ ഭിക്ഷുക്കള്, പരമോന്നതമായ ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരിവ്രാജനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭിക്ഷുക്കള് ഒരു നാളേക്ക് കേരളത്തില് ആചാര്യസ്വാമികളുടെ വീട്ടിൽ, ശിവഗുരു ആര്യാമ്പാദേവിയുടെ വീട്ടിൽ വന്നു. അവരുടെ ചരിത്രത്തിൽ തന്നെ അവരുടെ കുടുംബത്തിൽ ആ വീട്ടിലെ സന്യാസിമാർക്കൊക്കെ സ്വീകാര്യം. ഭാഗവതമേ പറയണു, സന്യാസികളുടെ കാൽപാദം, യതികളുടെ കാൽപാദം പതിഞ്ഞ് ആ കാല് കഴുകിയ വെള്ളം കൊണ്ട് കിളിർത്ത പുല്ല് ഇല്ലാത്ത ഒരു ഭൂമി ആസുരിക ഭൂമിയാണ്, പവിത്രമല്ലാത്ത ശുദ്ധമല്ലാത്ത ഭൂമിയാണ്. പക്ഷെ ഈ വീട്ടിൽ ധാരാളം സന്യാസിമാരുടെയൊക്കെ ഒരു ആഗമനമുണ്ടായിരുന്നു. ഇവരൊന്നും ഗൃഹസ്ഥന്മാരുടെ വീട്ടിലേക്ക് പ്രവേശിക്കില്ല. ഗ്രാമേകരാത്രി, ഒരു രാത്രി ഒരു ഗ്രാമത്തിൽ, ഇങ്ങനെ ചില നിയമങ്ങൾ വച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് പലയിടത്തും കാണാം, 3 രാത്രിയിൽ കൂടുതൽ ഒരു വീട്ടിൽ താമസിക്കാത്ത സന്യാസിമാർ, ഒരു ഗ്രാമത്തിൽ താമസിക്കാത്ത സന്യാസിമാർ ഒക്കെ നമുക്ക് കാണാം. ഒരു പരിവ്രജനം ചെയ്തുകൊണ്ടിരിക്കും, പ്രവ്രജയത്ത്. കാരണം ഒരിടത്തും അറ്റാച്ച്ഡ് ആവാൻ, സർവ അറ്റാച്ച്മെന്റിനെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എം നോട്ട് സേയിങ് അബൌട്ട് മഠാധിപതികളെ നമുക്ക് പറയാൻ പറ്റില്ല, അവർ വേറൊരു കാറ്റഗറി. അവരൊരു മഠകാര്യങ്ങളൊക്കെ ചെയ്യണതാണ്, അതിനൊന്നും പറയണതല്ല. ഇത് പരിവ്രജനം ചെയ്യണതായിട്ടുള്ള സന്യാസിമാര് പ്രവ്രജയത്ത്, സർവവിരക്തിയോടുകൂടി പ്രവ്രജയത്ത്. അവര് വീട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാതെ ഭിക്ഷ മാത്രം കഴിച്ചുകൊണ്ട് നിൽക്കണു. അങ്ങനെ ഒരു കൂട്ടം വന്നു. ബാലനായിരിക്കണ ശങ്കരൻ മധ്യാഹ്ന സന്ധ്യാവന്തന വേള കഴിഞ്ഞിട്ട് തിരിച്ചു വരണ വഴിക്ക് ഈ പ്രകാശവത്തായിട്ടുള്ളൊരു കുട്ടിയെ ഈ സന്യാസി വര്യന്മാരൊക്കെ ഒന്ന് കണ്ടു. നോക്കിയപ്പോൾ എന്തൊരു തേജസ്, നല്ല തേജസ്സുറ്റ ഒരു ബാലൻ. പല കഥകളിലും കേട്ടിട്ടുള്ള കപിലനെ പോലെ
സനകാദി മഹർഷിമാരെ പോലെയൊക്കെ തേജസ്വിയായിട്ടുള്ള ജിജ്ഞാസുവായിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടു. ഈ കുട്ടിയും ആദ്യമായിട്ട് ഈ യതികളെയൊക്കെ ഒന്ന് കണ്ടു അല്ലേ. ചില വിഷൻ നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ട് പാർക്കും ബീച്ചും ഹൊറർ സിനിമയൊക്കെ കാണിച്ചു കൊടുത്താൽ കുട്ടികൾ പേടിക്കും, ഭയപ്പെടും. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഈ യതികളെയൊക്കെയാണ്. യതിവര്യന്മാരെയും സന്യാസിമാരെയും ജ്ഞാനികളടുത്തൊക്കെ കൊണ്ടുപോയി നമ്മുടെ കുട്ടികളെ പഴകിപ്പിച്ച അവരുടെ ഉള്ളിൽ ചിത്തം കുളിര്, നല്ല ചിത്തമൊക്കെ കുളിരും, നല്ല കുളിർമ വരും. ഇല്ലാത്ത പക്ഷത്തിൽ അവർ ടെൻഷനില്ല. ചെറിയ കുട്ടികൾ വരെ എക്സാം ടെൻഷൻ, 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് കുട്ടികൾക്ക് വരെ ഈ ടെൻഷനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും ഈ ഡോക്ടർമാരും വേറെ രാജ്യത്തിലൊക്കെ പോയാൽ നല്ല സൗഖ്യമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും. ഡിപ്രഷൻ്റെ ഗുളിക കഴിച്ചിട്ടായിരിക്കണത് അവരൊക്കെ. എൻ്റെ തന്നെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്, എന്നോട് പറയാണ് ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കാതിരിക്കാനേ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേൾഡ്ലി ലൈഫ് അങ്ങനെയാണ്. നമ്മളെ സ്ട്രെസ് ഉണ്ടാക്കി തരും, നമ്മളെ ടൈറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് ഡിപ്രഷൻ വരും, വലിയ കുഴപ്പം വരും. അപ്പോൾ ഈ കുട്ടി സന്യാസി വര്യന്മാരെ കണ്ടു. അതിൽ നല്ല പ്രായം ചെന്ന ഒരു സന്യാസി വര്യൻ, അദ്ദേഹം പൊക്കം കുറഞ്ഞിട്ട് ഹ്രസ്വായ ച വാമനായ ച, ഹ്രസ്വരൂപത്തിലിരിക്കുന്നു, ചെറിയതായിട്ട് പൊക്കം കുറഞ്ഞിട്ട് അദ്ദേഹം അടുത്തു വന്നു. ഈ കുട്ടിയെ കണ്ടിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ് കുട്ടി, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ കുട്ടിയാണ്, ശിവഗുരുവിനും ആര്യാമ്പാളിനും ഉണ്ടായ കുട്ടിയാണ്, എനിക്ക് എൻ്റെ നിജസ്വരൂപത്തെ അറിയണം. ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ. ഒരു ശാന്തചിത്തനായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ട. ആ കുട്ടിക്ക് തീവ്രമായ ശ്രദ്ധ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേദമെല്ലാം പഠിച്ചു കഴിഞ്ഞു, 4 വേദവും ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞു. വേദപാഠശാലയിലൊക്കെ പോയ ഈ കുട്ടി ഒരു തവണ ശ്രവണം ചെയ്താൽ വളരെ അത്ഭുതകരമായിട്ട് ആശ്ചര്യോ വക്താഹ കുശലോസ്യ ലബ്ധാഹ, ഒരാൾ പറഞ്ഞു കൊടുത്താൽ അത് അതേ ടൈമിൽ ദാറ്റ് സ്പോട്ടിൽ പ്രകാശിക്കണം അല്ലേ. ഏതെങ്കിലും ഒരു പൊരുളിനെ നമ്മൾ കാണിച്ചു കൊടുത്ത സ്പോട്ടിൽ കാണുന്നത് പോലെ. ചിലരെ എത്ര കാണിച്ചു കൊടുത്താലും കാണില്ല, ചിലരുടെ അടുത്ത് കൈ കൊടുത്താലും വിശ്വാസം വരില്ല. പക്ഷെ അതീവ ശ്രദ്ധ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ. അതീവ ശ്രദ്ധയുള്ള കുട്ടി ഈ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം, അങ്ങ് അങ്ങനെ കണ്ടാൽ എനിക്കറിയാം, അങ്ങനെ ഇത് പറഞ്ഞു തരാൻ പറ്റും, എൻ്റെ സ്വരൂപം എന്തെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, നീ ഓംകാരേശ്വരത്തിൽ ഗുരുഗോവിന്ദരുടെ അടുത്ത് നിന്നെ കാത്തിട്ട് നിന്റെ ഗുരു അവിടെ ഇരിക്കുകയാണ്. നീ പരമോന്നതമായ വിദ്യ ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിക്കും. നിന്നെ ഇപ്പോൾ എനിക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ അമ്മയിൽ നിന്നും പറിച്ചുകൊണ്ട് പോവാൻ വിഷമമുണ്ട്. പക്ഷേ നിനക്കൊട്ട് കുടുംബമോ ലൗകികമോ ആയിട്ടുള്ള വാഴ്ക്ക ഇല്ല. നിനക്കൊട്ട് ഈ ലൗകിക വാഴ്ക്കയിൽ ഇരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. പലരും അങ്ങനെ ഇരുന്നിട്ടുണ്ട്. മുരുകനാർ സ്വാമി ഭഗവാന്റെ പാർശ്വപദന്മാരിൽ പ്രധാനി, തമിഴ് വിദ്വാൻ, പല പാട്ടുകൾ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന് അമ്മയുടെ അടുത്ത് വലിയ സ്നേഹം. ദണ്ഡപാണി സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അമ്മ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അച്ഛൻ, മഹർഷിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ദണ്ഡപാണി സ്വാമികൾ. എൻ്റെ മരുമകൻ ഒരു നല്ല കവിയല്ലേ, നല്ല തമിഴ് വിദ്വാനല്ലേ, മഹർഷിയുടെ തമിഴ് കൃതികൾ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. കൃപ, ഇതാണ് കൃപാസാക്ഷാത്കാരം. എങ്ങനെയെങ്കിലും വരും. നമ്മൾ പക്വയായ, നമ്മുടെ ഉള്ളിലൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ. പിന്നെ പറയണം, മുരുകനാർ സ്വാമിക്ക് വളരെ കുട്ടിക്കാലത്ത് തന്നെ ശിവനെ, പരമേശ്വരൻ പല ശിവഭക്തന്മാരെയും മാണിക്യവാചകരെയൊക്കെ ആൾക്കൊണ്ടതുപോലെ എന്നെങ്കിലും പരമേശ്വരൻ എന്നെ ആൾക്കൊള്ളാൻ വരും എന്നൊരു ആജ്ഞ, ഒരു പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകം കിട്ടി അങ്ങോട്ട് തുറന്നു നോക്കി മഹർഷിയുടെ ഫോട്ടോ കണ്ടപ്പോഴേ നിശ്ചയിച്ചു, ഇതെന്നെ കൊണ്ടുവരാമെന്ന്, എന്നെ കൊണ്ടുപോകാമെന്ന പരമേശ്വരനാണ്.
എന്നെ ആൾക്കൊള്ളാമെന്ന പരമേശ്വരാണെന്നുള്ള ഭാവം ഉള്ളിൽ പ്രകാശിച്ചു. മഹർഷിയെ കാണാൻ പോയി. അവിടെ നിന്നാൽ ശരിയാവില്ല, എൻ്റെ അമ്മയ്ക്ക് ഞാൻ നഷ്ടപ്പെടും, മകൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോഴേ തിരിച്ചു കയറി. പോകാൻ പറ്റുന്നില്ല, ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി പലവട്ടം ഓടി തിരിച്ചു വന്നു. പലർക്കും അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടില്ല ലൗകിക ജീവിതത്തിൽ. അപ്പോൾ ഒരു സൂര്യൻ ഉദിച്ചാൽ അന്ധകാരത്തിന് പ്രവേശമില്ലാത്തതുപോലെ അല്ലേ, രാത്രി ദേവതയ്ക്ക് സൂര്യനെ കാണാൻ പറ്റില്ല, സൂര്യനെ കണ്ടാൽ രാത്രിയുടെ ഐഡന്റിറ്റി പോണതുപോലെ സദ്ഗുരുവിനെ എപ്പോ കാണണോ മറ്റതെല്ലാം മറന്നു പോകും. തസ്മിൻ ദൃഷ്ട്വേ പരാവരേ, ഈശ്വര ദൃഷ്ടി, സദ്ഗുരു ദൃഷ്ടി എപ്പോ വരണോ ലൗകിക വാഴ്ക്കൊക്കെ പോവും. അതെങ്ങനെ വേണോ വരാം, എങ്ങനെ വേണോ സംഭവിക്കാം. നമ്മുടെ സ്വാമി പറഞ്ഞൊരു കഥ ഇപ്പോൾ ഓർമ്മ വരണു സന്ദർഭത്തിൽ. അതില് ഒരു കുട്ടി വിവേകാനന്ദ സാഹിത്യ സർവസ്വം പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ നോക്കിയപ്പോൾ ഈ കുട്ടി പഠിക്കേണ്ട സമയത്ത് വിവേകാനന്ദനെ വായിക്കണു, നീ എന്താ സന്യാസി ആവാൻ പോകണോ എന്ന് പറഞ്ഞിട്ട് തല്ലുകൂടി ഈ പുസ്തകത്തിനെ എടുത്ത് വെളിയിൽ ഒരെറി മേലത്തെ നിലയിൽ നിന്ന് അപ്സ്റ്റേഴ്സിൽ നിന്ന് വെളിയിലോട്ട് എറിഞ്ഞു. ഒരാൾ ബാങ്കിൽ ഉദ്യോഗസ്ഥൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, റോഡിലൂടെ അയാളുടെ തലയിൽ വന്ന് വീണു. അയാളുടെ തലയിൽ പുസ്തകം വന്ന് വീണു. ഈ പുസ്തകം എടുത്ത് നോക്കി, സ്വാമി വിവേകാനന്ദനെ നോക്കി, മേലേക്ക് നോക്കി. അവിടെ ഒരു ഫൈറ്റ് കാണുന്നു. ഇയാൾ ചോദിച്ചു, ഈ പുസ്തകം ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് കാലത്ത് ഓഫീസിൽ പോയി ഈവനിങ് വരെ അത് വായിച്ചു. ഈവനിങ് റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ട് പരിവ്രാജകനായി. നോക്കൂ, കൃപ എങ്ങനെ വരണു നോക്കൂ, പറയാനേ പറ്റില്ല. എപ്പോൾ കർപ്പൂരം ആയിരുന്നോ അഗ്നി അടുത്തൂടെ പോയാൽ മതി, കൊളുത്തി. എപ്പോൾ ഒരു ജീവൻ കർപ്പൂരമാവണോ അഗ്നി തൊട്ടടുത്തൂടെ പോയാൽ മതി, ആ കർപ്പൂരം അങ്ങോട്ട് ജ്വലിക്കണത് പോലെ. ഇല്ലേ, ആരെടുത്ത് ചോദിക്കോ കർപ്പൂരം ഞാൻ കത്തട്ടെ എന്ന് ചോദിക്കോ? സ്വമേധയാ കത്തണത് പോലെ പരിഭാഗപ്പെട്ടിരുന്ന കുട്ടി ഈ വാക്ക് കേട്ട് ശാന്തചിത്തനായി സമാധിസ്ഥിതിയിൽ, ശിവഗുരു ഏതൊരു സ്ഥിതിയിൽ ഇരുന്നോ, ആചാര്യസ്വാമികളുടെ പിതാവായിട്ടുള്ള ശിവഗുരു പരമശിവഭക്തൻ, പരമ സാത്വികൻ, പരമ തപസ്വി, അദ്ദേഹം ഏതൊരു നിലയിൽ ശാന്തനായിട്ടിരുന്നു അതുപോലെ വാഴയടി വാഴ പോലെ ഒരു പരമ്പര പോലെ അല്ലേ, ഒരു പരമ്പര പോലെ അങ്ങനെ ശാന്തചിത്തനായിട്ട് ദൃഢപ്രജ്ഞനായിട്ട് ആ കുട്ടിയിരുന്നു. ആ കുട്ടിക്ക് ലൗകിക വാഴ്ക്കൊന്നും പറ്റണില്ല. അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു. ഇതൊരു സന്ദർഭം, നമ്മുടെ ആത്മതീർത്ഥം സ്വാമിയുടെ ഗ്രന്ഥം ആശ്രയിച്ചുകൊണ്ട് സന്ദർഭത്തോടു കൂടി നമുക്ക് പോകാം. കാരണം പലരും പല കഥകൾ കേട്ടിട്ടുണ്ട്. വാസ്തവം കഥയൊന്നും നമുക്ക് വാസ്തവമേ അല്ല, കഥയൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല. വെറുതെ നമുക്കൊരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒരു കൃപാസാക്ഷാത്കാരം വെളിയിൽ വരുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കഥ എന്നല്ലാതെ ഈ കഥ കൊണ്ട് നമുക്ക് വേറെ കാര്യമൊന്നുമില്ല. ഈ കഥ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. കഥയിലൂടെ നമ്മൾ ഈ തത്വത്തെ ഉള്ളിൽ ഗ്രഹിക്കാം. ഈ തത്വത്തെ അല്ലേ, ടാബ്ലറ്റ് കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നത് പോലെ ഈ കഥയിലൂടെ നമ്മൾ ഈ ടാബ്ലറ്റ് തരണതായിട്ടുള്ള അനുഭൂതിയെ നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കണം. ഇത് പ്രകാശിപ്പിച്ചാൽ നമുക്ക് വിഷമമില്ല. തരതി ശോകഃ തത്ര കോ ശോകഃ തത്ര കോ മോഹഃ. മോഹത്തെ ഒക്കെ ഇല്ലാതാക്കണം. അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി പറയാണ്, അമ്മയെ എനിക്ക് സന്യസിക്കണം. എങ്ങനെയുള്ള സന്യാസം? വേഷമായിട്ടുള്ള സന്യാസമാണോ? വേഷം കെട്ടലാണോ? സന്യാസം എന്നൊരു അഭിമാനമല്ല, സന്യാസം ബ്രഹ്മനിഷ്ഠമായിട്ട്, ബ്രഹ്മാനുഭവമായിട്ട്, സദാ നിജസുഖാനുഭവമായിട്ട്. ഈ ലൗകികത്തിലൊന്നും വാസ്തവത്തിലെ പരിഹാരമില്ല. പരിഹാരം എൻ്റെ ഉള്ളിൽ സ്വാനുഭൂതിയാണ്, എൻ്റെ സ്വരൂപമാണ് പരിഹാരം എന്നുള്ള ഭാവത്തിൽ ജ്ഞാനമേ സന്യാസം എന്ന ലക്ഷണത്തിൽ എനിക്ക് സന്യസിക്കണം, എനിക്ക് സന്യസിക്കണം എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അലമുറയിട്ട് കരയണം. ഭർത്താവ് പോയി ആകെ പ്രാർത്ഥനയോട് ബലമായിട്ട്, തപസ്സിൻ്റെ ബലമായിട്ട് കിട്ടിയ ഒരു കുട്ടിതാ ഇപ്പം സന്യസിക്കാൻ പോകണമെന്ന് പറയണു. എനിക്കിനി ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ അലമുറയിട്ട് കരഞ്ഞപ്പോഴേ അല്ലേ, മാതൃവാൻ പിതൃവാൻ ആചാര്യവാൻ വേദ. ആദ്യം മാതാവാണ് നമുക്ക് ഗുരു അല്ലേ. ആദ്യമായിട്ട് നമുക്ക് അക്ഷരങ്ങളും ആദ്യമായിട്ട് നമുക്ക് പിതാവിനെ ചൂണ്ടിക്കാണിച്ചു തന്നത് മാതാവാണ്. പിതാവാണ് നമുക്ക് ആചാര്യനെ ചൂണ്ടിക്കാണിക്കേണ്ടത്. ആചാര്യൻ നമുക്ക് പരമോന്നതമായ ലക്ഷ്യത്തെ, ഈശ്വരനെ ചൂണ്ടിക്കാണിക്കുന്നു.
അതുകൊണ്ട് ശാസ്ത്രം വിധിക്കണതിന് എതിരായിട്ട് ഞാൻ ചെയ്യില്ല. ശാസ്ത്രവിത്തായിട്ട് അമ്മ സമ്മതിക്കാതെ, അമ്മയുടെ അനുവാദമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് വാക്കുകൊടുത്തു. പക്ഷെ ഉള്ളില് ആ ജ്ഞാനാഗ്നി അങ്ങനെ കെടാതെ ഇരുന്നു, വിട്ടുപോകാതെ ഇരുന്നു. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് എന്താന്ന് വെച്ചാൽ ഈ സ്പിരിച്വാലിറ്റി ലാഗാകാതെ, വിട്ടുപോകാതെ, ഒരു ശ്രുതി നഷ്ടമില്ലാത്തതുപോലെ ഗാനവും ആലാപനവും ഒക്കെ കഴിഞ്ഞാലും ഈ ശ്രുതി പിന്നിൽ പോണതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ നിത്യനിരന്തരമായിട്ട് ഈ വിദ്യ ഉള്ളില് സ്പിരിച്വൽ പ്രാക്ടീസസ് ഉള്ളിൽ ഇങ്ങനെ നടക്കണം. ഉള്ളിൽ ഒരു ജപം പോലെ. വെളിയിൽ അല്ലേ, വെളിയിൽ വ്യവഹാരം ചെയ്തോളൂ, ഉള്ളിൽ അവ്യവഹാരമായിട്ടിരുന്നോളൂ. കർമ്മ ബഹിഹി അകർമ്മ അന്തരി, ഈ ഭാവത്തിൽ ഇരിക്കൽ. അതുപോലെ ഈ കുട്ടിയുടെ ഉള്ളിൽ ഈ വാഞ്ച, ഈ സന്യാസവാഞ്ച ഉള്ളിൽ കിടന്നു, ആ തീവ്ര വൈരാഗ്യം ഉള്ളിൽ കിടന്നു. തൻ്റെ ഗുരു തനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഗുരു കാത്തിരിക്കുകയാണ്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. സാക്ഷാത്കാരം, ആ മെസ്സേജ് വന്നു കഴിഞ്ഞു. ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അല്ലേ, പിന്നെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റുമോ? ഭഗവാൻ അതാണ് സംഭവിച്ചത്. രമണ ഭഗവാൻ എന്താ സംഭവിച്ചത്? അരുണാചലം എന്നൊരു മെസ്സേജ്. പക്വയായിരുന്ന ജീവൻ അതൊക്കെ മതി. പക്വമല്ലെങ്കിൽ ബ്രഹ്മസൂത്രം ഭാഷ്യം മുഴുവൻ വായിച്ചാലും, സർവവേദാന്തങ്ങളും മുഴുവൻ കേട്ടാലും, ഉപനിഷത്ത് മുഴുവൻ പച്ചവെള്ളമാക്കിയാലും, നോക്കൂ, ശാസ്ത്രം നമ്മൾ കരുതും ഈ വിദ്യയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ശാസ്ത്രയോനിത്വാത് എന്ന ഒരു സൂത്രം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിന് യോനി ഈ വിദ്യ എന്നല്ലാതെ ശാസ്ത്രത്തിലൂടെ ഈ വിദ്യ എന്നല്ല. ശാസ്ത്രത്തിലൂടെ ചിത്തവൃത്തി, ശാസ്ത്രത്തിലൂടെ ബോധം, ശാസ്ത്രത്തിലൂടെ ആചരണം, ശാസ്ത്രത്തിലൂടെ പ്രചരണം. അതിനപ്പുറത്ത് അനുഭവം ശാസ്ത്രത്തിന് അതീതമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയണത് ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. വേദം ത്രൈഗുണ്യ വിഷയമാണ്, ഗുണസമ്പത്താണ്, കർമ്മമാണ്. പക്ഷേ നിസ്ത്രൈഗുണ്യം, ആ വേദത്തിന് അതീതമാണ് നിന്റെ അനുഭവം എന്ന് വെച്ചാൽ വേദത്തിൻ്റെ സാരമെന്നർത്ഥം. അതുകൊണ്ട് ഭഗവാൻ അരുണാചലം എന്ന് കേട്ടപ്പോൾ തന്നെ പേർ നിനൈത്തിടവേ പിടിത്ത് ഇഴുത്തനെ ഉൻ പെരുമൈ യാരറിവാർ അരുണാചല. ആ കൃപ വാരി അങ്ങോട്ട് വെതറുമ്പോൾ വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു ശക്തി, ഒരു ഫോഴ്സ് വന്ന് നമ്മളെ അതിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. പലർക്കും പല അനുഭവങ്ങളും നമുക്കുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നവർക്കും ഒക്കെ ഉണ്ട്. അവരുടെ വീട്ടിലൊക്കെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ, അവരുടെ പാരമ്പര്യമായിട്ട് അവർ നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. അതിൽ ഈ കുട്ടിക്ക് മാത്രം ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ഇതൊന്നും ശരിയില്ല, തെറ്റാണ്, പ്രാണി ഹത്യ തെറ്റാണ്, അഹിംസ എന്നൊക്കെ ഉള്ളിൽ തന്നെ തോന്നിയിട്ട് ഈ കുട്ടി ഒരു നേരം പോലും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതായി. വീട്ടുകാരൊക്കെ നിർബന്ധിച്ചു. ശക്തമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ പട്ടിണി കിടന്നാലും മാംസം ഭക്ഷിക്കില്ല എന്നൊരു തീരുമാനം എടുത്തപ്പോൾ ആ വീട് മുഴുവൻ വിട്ടു. അത്രേ, ആ വീട് മുഴുവൻ ഈ നോൺ വെജിറ്റേറിയൻ വിട്ടിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് നിന്നു. ഇതാണ് പ്രകൃതിയെ, നമ്മുടെ ദൃഢപ്രജ്ഞ, ഇതാണ് പ്രധാനം. ഒരു ദൃഢപ്രജ്ഞ വേണം, ഒരു ഏകചിന്തനം വേണം, വ്യവസായാത്മിക ബുദ്ധി വേണം. എന്ന് വെച്ചാൽ എന്താ? ബിസിനസ് മൈൻഡ് എന്നല്ല അർത്ഥം. ഒരു നിശ്ചയ ബുദ്ധി നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ ഒരു പ്രകൃതി തന്നെ അതിന് വഴികാട്ടും. ആ സന്ദർഭത്തോടു കൂടി നമുക്ക് നാളെ ആ ഗുരുഗോവിന്ദരുടെ അടുത്തുള്ള പ്രയാണം വരയ്ക്കുമുള്ള ഈ ആത്മതീർത്ഥത്തിനെ ആശ്രയിച്ചുകൊണ്ട് കഥാരൂപത്തിൽ നമുക്ക് പതുക്കെ ഭഗവത് ശ്രവണം, സദ്ഗ്രന്ഥ ശ്രവണം ചെയ്ത് നമ്മുടെ ഈ ചാതുർമാസ്യ വ്രത അനുഷ്ഠാനങ്ങളും, നമ്മുടെയൊക്കെ വ്രതം എന്താന്ന് വെച്ചാൽ ശ്രവണം തന്നെ വ്രതം. സന്യാസിമാരുടെ പാദം കഴുകി കുടിക്കൽ തന്നെയാണ് ഗൃഹസ്ഥന്മാരുടെ വ്രതം. ആ പാദം കഴുകി കുടിക്കൽ എന്ന് പറഞ്ഞാൽ ആ പാദം എന്താന്ന് വെച്ചാൽ ആചരിച്ച വഴി, ആചരിച്ച സിദ്ധാന്തങ്ങൾ. ഈ സിദ്ധാന്തങ്ങളെ പിപ്പത ഭാഗവതം രസം കുടിക്കുക. ആ കുടിക്കൽ തന്നെയാണ് പരമമായ ക്ഷേമം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.